ഇന്ത്യയിലുണ്ടായ ഏറ്റവും വികസിതമായ നഗരം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചിയാണ്, സ്മാർട്ട് കൊച്ചി. പക്ഷേ ഇന്ന് കൊച്ചിയിൽ നിന്ന് കണ്ട ചില കാഴ്ചകൾ കേരളത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കൊച്ചി കലൂരിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ രാവിലെ 4 മണിക്ക് ചായ കുടിക്കാൻ കടയിലെത്തിയ പെൺകുട്ടികൾ അതിക്രൂരമായ അക്രമത്തിനാണ് ഇരയായത്. കണ്ട ദൃശ്യങ്ങളിൽ പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. വയറിനും മുഖത്തും അടിയേറ്റിട്ടുണ്ട് ആ പെൺകുട്ടിക്ക്. അങ്ങനെയാണ് പെൺകുട്ടി താഴേക്ക് വീഴുന്നത്. നിലത്ത് വീണ പെൺകുട്ടിയെ ചവിട്ടുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. പെൺകുട്ടികളെ ലൈംഗിക ചുവയോടെ കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെയാണ് ആക്രമിച്ചു വീഴ്ത്തിയത്. റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പെൺകുട്ടികളാണ് ഈ ആക്രമണത്തിന് ഇരയായത്. അവരതിലൂടെ പാസ് ചെയ്ത് 6 ആൺകുട്ടികളും 2 പെൺകുട്ടികളാണ്. അവർ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവർ നടക്കുന്ന സമയത്ത് ലൈംഗികമായിട്ട് ആദ്യം ഇവർ ക്രോസ് ചെയ്ത് പോകുന്ന നേരത്തെ തന്നെ ലൈംഗികമായിട്ട് ഇങ്ങനെ കമൻ്റടികളും ചുവയോടുള്ള സംസാരങ്ങൾ ഇങ്ങനെ ആകെ ഉണ്ടായി. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് തെറി വിളിച്ചു തുടങ്ങി. അതിലുണ്ടായിരുന്നൊരു സ്ത്രീയാണ് വിളിച്ചവരങ്ങോട്ട് വരുത്തി ഒന്ന് വരണം എന്നിട്ട് പോയി പറഞ്ഞാൽ അവർ അങ്ങോട്ട് വന്ന സമയത്ത് ഇവരെ ഫോൺ വാങ്ങി ഇവർ ഇങ്ങനെ അടുത്ത് വന്നിട്ട് തെറി വിളിക്കുക അങ്ങനെ സ്വഭാവമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ എത്തിയ സമയത്ത് ഒരു ഫോൺ അത് ഷൂട്ട് ചെയ്യാൻ നോക്കിയാൽ ഫോൺ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഫോൺ ഉള്ള കൈ എടുത്തിട്ട് തിരിച്ച് ഇതാക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഫോണ് മുഴുവനായിട്ട് നശിപ്പിച്ചു. 3-4 തവണ നിലത്തെറിഞ്ഞിട്ട് ഫോണ് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ നിലത്തിട്ടിട്ട് ഒരുപാട് തവണ ചവിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഫുള്ളായിട്ടൊരു പെയിനായിട്ട് ബോഡി പെയിൻ സകലമാന സ്ഥലങ്ങൾക്കകത്തും ബോഡി പെയിൻ ഉണ്ട്. പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിലെ 1-ാം പ്രതി അക്ബറിന് ബിസിനസ് ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്നു. അക്ബറിന് ക്രിമിനൽ പശ്ചാത്തലമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇതില് 1-ാം പ്രതിസ്ഥാനത്തുള്ള അക്ബർ അലി എന്ന് പറഞ്ഞ ആള് ഒരു ആംഗ്യം കാണിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു മാറ്ററിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഈ കേസിൽ ഇതുവരെയായിട്ട് 10 പ്രതികളെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 3 ആൾക്കാരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ബാക്കി 7 പേരുണ്ട്. 7 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കും. ലഹരിയായിട്ടുള്ള സ്റ്റാറ്റസ് ഒന്നുമില്ല. പക്ഷെ ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തുടർ നടപടികളായിട്ട് പോവുകയാണ്. കൊച്ചി DCP പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. പ്രതികളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളാണ് പ്രകോപനം തുടങ്ങുന്നത്. അവരും ഈ പ്രതിപട്ടികയിലേക്ക് വരും. നടു റോഡിൽ പെൺകുട്ടികളെ ആക്രമിക്കുമ്പോൾ കൈയടിച്ച് കൂടെ നിന്നവർ നിയമത്തിന്റെ മുന്നിലും സമൂഹത്തിന്റെ മുന്നിലും കുറ്റക്കാരാണ്. മാതൃകാപരമായ ശിക്ഷയാണ് ഈ അക്രമിക്കൂട്ടത്തിന് നൽകേണ്ടത്. നൈറ്റ് ലൈഫ് തുറന്നിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത സർക്കാർ സംവിധാനങ്ങളാണ് നമുക്ക് ചുറ്റും. അതേസമയം നിശ്ചയിക്കുന്ന സദാചാരവാദികൾ, ഗുണ്ടകൾക്ക് സലാം പറയുന്ന പോലീസ് സംവിധാനം, അവരെ കൂടി പ്രതിപട്ടികയിലേക്ക് ശരിക്കും കൊണ്ടുവരേണ്ടതാണ്.